ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ചിങ്ങവും നിലാവും എന്ന പേരിൽ തനിമ കൊടുങ്ങല്ലൂർ ചാപ്റ്റർ ഓണാഘോഷവും പ്രവാചക സ്മരണയും എന്ന പരിപാടി സംഘടിപ്പിച്ചു. ചിങ്ങവും നിലാവും കലാകാരന്മാരില്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയില്ല എന്നും സമൂഹത്തിലെ ഏതൊരു അനീതിയെയും ചോദ്യം ചെയ്യുവാൻ ഏറ്റവും അർഹരായവർ അവരാണെന്നും കലാകാരന്മാർ ഒന്നിക്കുന്ന ഏതൊരു ആഘോഷവും ലോകം അനുഭവിക്കുന്ന വേദനകളെ കൂടി ഓർത്തുകൊണ്ടാവണമെന്നും സംവിധായകൻ PK ബിജു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗസക്ക് വേണ്ടി ഐക്യപ്പെടാതെ കലാകാരന്മാരുടെ ആഘോഷങ്ങൾ പൂർണ്ണമാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിങ്ങവും നിലാവും എന്ന പേരിൽ തനിമ കൊടുങ്ങല്ലൂർ ചാപ്റ്റർ സംഘടിപ്പിച്ച ഓണാഘോഷവും പ്രവാചക സ്മരണയും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതൊരു കലാകാരന്റെ ഒരു സാഹിത്യകാരന്റെ സൃഷ്ടിയുടെ കഥയാണ്. ഈ കഥയെ വെച്ചുകൊണ്ടാണ് ഈ ആചാരം വരുന്നത്. അല്ലാതെ ഇത് കേരളത്തിന്റെ ജനകീയ ഉത്സവം അങ്ങനെയാണ് അത് ഈ പറയുന്ന സംഘടനക്കാർക്ക് എന്ന് പറയുന്ന കാര്യമാണ്. കാരണം എല്ലാ മതവിശ്വാസികളും എല്ലാ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പുലർത്തി പോരുന്ന നമ്മൾ ഒന്നായി നിൽക്കുന്ന ഒരു ഒരുമയുടെ വർത്താനമാണ്. ഇവിടെ യാഥാർത്ഥ്യമല്ല. ഇപ്പം നമുക്കെല്ലാവർക്കും ഞാനൊരു ഹിന്ദുമതത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നതാണ്, ഇപ്പോൾ വാൽമീകി എന്ന് പറയുന്ന ഒരാളാണ് രാമായണം എന്നുള്ള സമയത്ത് വാൽമീകി. അത് ഹിന്ദു മതവിശ്വാസികളായിട്ട് എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അത് എഴുതപ്പെട്ട ഒരു മഹാകാവ്യമാണ്. പക്ഷെ എന്ത് സംഭവിക്കും? വാൽമീകി എന്ന് പറഞ്ഞ ആൾ എഴുതിയ രാമൻ എന്ന കഥാപാത്രത്തിനെ വിഗ്രഹമായി ചിത്രങ്ങളായി വെച്ച് ഒരാചാരം തോന്നുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ കലാകാരൻ സാഹിത്യം ഈ സമൂഹത്തെ എത്രമാത്രം ആളുകളെ മനസ്സിലേക്ക് ഇട്ടിച്ചു കയറ്റുന്നുള്ള കാര്യത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. കാരണം ഒരാളെങ്കിലും കഥ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്ന് വിചാരിച്ച് അതിലെ കഥാപാത്രങ്ങളെ ആരാധിക്കാൻ തോന്നുന്നു മനുഷ്യൻ. അത് തലമുറകളായി പകർന്നു പറഞ്ഞു കൊടുത്ത് വേദിനി രാമായണം എന്ന് പറയുന്ന മഹാകാവ്യം വായിക്കപ്പെടുന്നതിന് വർഷത്തിലൊരു രാമായണ മാസം വരെ ഉണ്ടാവും. അത് സാഹിത്യത്തിൻ്റെ ഒരു വളർച്ച. കൊടുങ്ങല്ലൂർ MIT ഹാളിൽ നടന്ന പരിപാടിയിൽ ചാപ്റ്റർ പ്രസിഡന്റ് റൈസ് അധ്യക്ഷത വഹിച്ചു. അനസ് നദ്വി പ്രവാചക സ്മരണ പ്രഭാഷണത്തിന് നേതൃത്വം നൽകി. സാഹിത്യ വിഭാഗം കൺവീനർ PK ധർമ്മരാജ് വേദിയിൽ ഓണ സന്ദേശം കൈമാറി. റഷീദ് സൂഫ പലസ്തീൻ ഐക്യദാർഢ്യ സന്ദേശം അവതരിപ്പിച്ചു. മലർവാടി കോർഡിനേറ്റർ ഷഫീർ, സക്കീർ മാഷ്, AB നജീബ്, നൌഷാദ് ഷാഹുൽ, AB ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. കമ്പ്യൂട്ടർ സയൻസിൽ കുസാറ്റിൽ നിന്നും PhD കരസ്ഥമാക്കിയ ഡോക്ടർ അയ്യാരിൽ നാസറിനെ വേദിയിൽ ആദരിച്ചു. പ്രീമിയർ ഊട്ടി, സംഗീത ബാലകൃഷ്ണൻ, ശ്രീഭദ്ര, അബ്ദുൽ കരീം, ജബ്ബാർ കരൂപ്പടന, ബേബി സദ ഐൻ എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ചാപ്റ്റർ സെക്രട്ടറി EB മുജീബ് റഹ്മാൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് നിസ നാസർ സമാപനവും നടത്തി. ശേഷം നടന്ന ഓണാഘോഷ മത്സരങ്ങൾക്ക് അബ്ദുൽ ജലീൽ നേതൃത്വം നൽകി. മത്സര വിജയികൾക്ക് സമ്മാന വിതരണങ്ങൾ നടത്തുകയും ചെയ്തു. പ്രവർത്തകർ പരസ്പരം പങ്കുവച്ച വിഭവങ്ങളുടെ ഓണസദ്യ പരിപാടിയുടെ പ്രത്യേക ആകർഷണവുമായിരുന്നു. സൈനിക സഹായത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായ അതിക്രമം ഐക്യരാഷ്ട്ര സംഘടന പോലും നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നത് മനുഷ്യത്വമുള്ള ഒരാൾക്കും സഹിക്കാനാകുന്ന കാഴ്ചയല്ല. പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും ഉൾപ്പെടെ